ആണ് കേട്ടോ. എടാ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആവാറായില്ലേ? അപ്പൊ മിസ്സേ ഏതൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും മിസ്സേ വരാൻ ചാൻസ് ഉള്ളത്? ഒന്നും പറഞ്ഞു തരോ? അങ്ങനെ ചോദിച്ച് നിൽക്കുന്നവരായിരിക്കില്ല എൻ്റെ മക്കള്. അപ്പം നിങ്ങൾ ടെൻഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്നതെന്ന്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചിരുന്നോളൂ. യെസ്, വായിക്കാം എഴുതാം, ആ ഒരു ചോദ്യം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വന്നിരിക്കും. വായിക്കാം എഴുതാം, അതൊരു കഥയായിക്കോട്ടെ കവിതയായിക്കോട്ടെ. അപ്പം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് വായിച്ചു നോക്കുക. അതൊരു കഥയാണെങ്കിലും കവിതയാണെങ്കിലും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആ ഒരു കഥയെയോ കവിതയെയോ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ അതിന് താഴെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ അടുത്തത് എന്താണ്? യെസ്, യാത്രാനുഭവം. ഒരു യാത്രാനുഭവം തയ്യാറാക്കുക എന്ന ചോദ്യം നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് എന്തായാലും വന്നിരിക്കും മക്കളെ. നോട്ട് ചെയ്ത് വെച്ചോളൂ, പഠിച്ചോളൂ. അടുത്തതോ, പിരിച്ചെഴുതുക ചേർത്തെഴുതുക. പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് ഒരു ചോദ്യം, ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പം അതും നിങ്ങൾ അടിപൊളിയാക്കി എഴുതിക്കോളൂ. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും വന്നിരിക്കും. അടുത്തത് എന്താണ്? കത്ത്. കത്ത് എഴുതേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് ഒരു കത്ത് എഴുതാന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞു തന്ന ആ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി കത്ത് നിങ്ങൾ തയ്യാറാക്കാം. അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് കത്ത് ഷുവർ ആയിട്ടും ഉണ്ടായിരിക്കും. അടുത്തത് എന്താണ്? ജീവചരിത്രക്കുറിപ്പ്. ഒരു ജീവചരിത്രക്കുറിപ്പ്. മിസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജീവചരിത്രക്കുറിപ്പ് എന്താണ് എന്നുള്ളത്. യെസ്, മറ്റൊരാളുടെ കാര്യം, മറ്റൊരാളുടെ ജീവിത കഥ നമ്മൾ എഴുതുന്നതിനെയാണ് ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത്. മറിച്ച് ആത്മകഥയാണെങ്കിലോ നമ്മൾ നമ്മുടെ കഥ എഴുതുന്നതിനെയാണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ മക്കളെ എന്തായാലും ഉഷാറായിട്ട് എഴുതാം. അടുത്തതോ, പോസ്റ്റർ. ഒരു പോസ്റ്റർ തയ്യാറാക്കാന്നുള്ള ചോദ്യം വന്നാൽ എങ്ങനെ എഴുതും? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിരിക്കും. അപ്പൊ നിങ്ങൾ അത് എങ്ങനെ എഴുതണം? അതിമനോഹരായിട്ട് ലളിതമായിട്ടുള്ള രീതിയിൽ വായനക്കാർക്ക് അത് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണം. ആകർഷകമായ രീതിയിലായിരിക്കണം ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഒരു വലിച്ചു നീട്ടാതെ വളരെ എളുപ്പത്തിൽ ചെറുതാക്കിയിട്ടുള്ള രീതിയിൽ എഴുതണം. അതായത് ചെറിയ എഴുത്തിൽ എഴുതണം എന്നല്ല മിസ് പറഞ്ഞത്. ഒരുപാട് വലുതാക്കി വലിച്ചു നീട്ടി ഒരു എസ്സേ പോലെ എഴുതാതെ ഒരു 2-3 വരിയിൽ ഒതുക്കി വേണം നിങ്ങൾ ഒരു പോസ്റ്റർ വാക്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് അടുത്തത്? കുറിപ്പ്. കുറിപ്പില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പം ഒരു കുറിപ്പ് എഴുതാ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഈ പ്രാവശ്യത്തെ എക്സാമിന് ഉണ്ടായിരിക്കും മക്കളെ. അപ്പം കുറിപ്പ് എഴുതുക എന്നുള്ള ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ മിസ്സിനെ ആലോചിക്കും. യെസ്, ഏറ്റുപോട്ടിലെ ആതിര മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറിപ്പ് എഴുതുക എന്നുള്ള ചോദ്യം എക്സാമിന് എന്തായാലും വരുമെന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചു, എക്സാം എനിക്ക് എളുപ്പമായി എഴുതാൻ കഴിഞ്ഞു, എനിക്ക് മാർക്ക് കിട്ടി. യെസ്, അടുത്തത് എന്താണ്? വിവരണം. ഒരു വിവരണം തയ്യാറാക്കുക. ഒരു വിവരണം തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് വിവരണം തയ്യാറാക്കാൻ റെഡി ആയിരുന്നോളൂ. അങ്ങനെ ഒരു പ്രവർത്തനം എന്തായാലും നിങ്ങൾക്ക് വന്നിരിക്കും. അടുത്തതോ, കഥാപാത്ര നിരൂപണം. കഥാപാത്ര നിരൂപണം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? കഥാപാത്രങ്ങളെ അറിഞ്ഞിരിക്കണം. കഥാപാത്രങ്ങളെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പാഠഭാഗം നന്നായിട്ട് വായിച്ചിരിക്കണം. പാഠഭാഗം വായിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകം തുറക്കണം. അല്ലാതെ എന്താണ്? പുസ്തകം തുറക്കുക, പാഠഭാഗം നോക്കുക, പാഠഭാഗം വായിക്കുക, കഥാപാത്രങ്ങളെ മനസ്സിലാക്കുക. അപ്പം കഥാപാത്രത്തിന്റെ സ്വഭാവം, സവിശേഷതകള്, രൂപം, ഭാവം, വ്യത്യാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. റെഡിയാണല്ലോ. അടുത്തത് എന്താണ്? ആസ്വാദനക്കുറിപ്പ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ്. ഒരു കഥയെ അല്ലെങ്കിൽ ഒരു കവിത ആയിക്കോട്ടെ, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യം മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് വന്നിരിക്കും മിസ്സാണ് പറയുന്നത്. അടുത്തതോ, വിശകലനക്കുറിപ്പ്. അടുത്തത് വിശകലനക്കുറിപ്പാണ്. വിശകലനക്കുറിപ്പാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പം സുലഭമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്, ഒരു പ്രവർത്തനമാണ് വിശകലനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പം അത് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് എൻ്റെ മക്കള് അവർക്ക് കാണിച്ചു കൊടുക്കണം. പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് യെസ്, ഈ കുട്ടിക്ക് നന്നായിട്ട് എഴുതാൻ അറിയാലോ എന്ന് പറയിപ്പിക്കണം. അപ്പം എന്തായാലും മക്കളെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു പോയിക്കോളൂ. മിസ് ഒന്നും കൂടെ പറഞ്ഞു തരാം. വായിക്കാം എഴുതാം, കഥയാകാം കവിതയാകാം.
യാത്രാനുഭവം. പിന്നെയോ പിരിച്ചെഴുതുക അല്ലെങ്കിൽ ചേർത്തെഴുതുക. പിരിച്ചെഴുതുക അതേപോലെ തന്നെ ചേർത്തെഴുതുക ചോദ്യം വരും കേട്ടാ. കത്ത്, ജീവചരിത്ര കുറിപ്പ്, പോസ്റ്റർ, കുറിപ്പ്, വിവരണം, കഥാപാത്ര നിരൂപണം, ആസ്വാദന കുറിപ്പ്, വിശകലന കുറിപ്പ്. ഈ 11 പ്രവർത്തനങ്ങൾ പഠിച്ചു വെച്ചോളൂ. എക്സാമിന് എന്തായാലും മക്കളെ വന്നിരിക്കും. മിസ് തരുന്ന വാക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും മക്കളെ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എന്തായാലും എല്ലാവരും പൊന്നു മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്.